തെരഞ്ഞെടുപ്പിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന മുസ്ലിം ലീഗ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളോടെയുമാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയ മികച്ച വിജയം പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഈ കരുത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തവണ നിയമസഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ശക്തമായ ആവശ്യം ലീഗ് മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിച്ചത്. ഇതിൽ 15 സീറ്റുകളിൽ വിജയിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് കൂടുതൽ അനുകൂലമാണെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മലബാർ മേഖലയ്ക്ക് പുറമെ സംസ്ഥാനത്തിന്റെ ഇതര ഭാഗങ്ങളിലും പാർട്ടിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ടെന്നും അതിനാൽ കൂടുതൽ സീറ്റുകൾക്ക് തങ്ങൾ അർഹരാണെന്നും ലീഗ് അവകാശപ്പെടുന്നുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഇക്കാര്യത്തിൽ ഒരേ നിലപാടാണ് പങ്കുവെക്കുന്നത്. സൗഹൃദപരമായ ചർച്ചകളിലൂടെ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ സാധിക്കും. എന്നാൽ അർഹമായ പരിഗണന ലഭിക്കണമെന്നതാണ് ലീഗിന്റെ പക്ഷം. UDF-ലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന നിലയിൽ മുന്നണിയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കാൻ കൂടുതൽ സീറ്റുകളിൽ ലീഗ് മത്സരിക്കേണ്ടത് അനിവാര്യമാണെന്ന് അവർ വാദിക്കുന്നുമുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പുതുപുത്തൻ മാനദണ്ഡങ്ങൾ കോഴിക്കോട് നടന്ന പാർട്ടി നേതൃയോഗത്തിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡങ്ങളായിരുന്നു. കേവലം സീറ്റ് എണ്ണം കൂട്ടുക എന്നതിലുപരി ഗുണപരമായ മാറ്റങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയിൽ കൊണ്ടുവരാൻ ലീഗ് ലക്ഷ്യമിടുന്നുണ്ട്. പാർട്ടിയിൽ തലമുറ മാറ്റം വേണമെന്ന ആവശ്യം കഴിഞ്ഞ കുറച്ചു കാലമായി ലീഗിനുള്ളിൽ ശക്തവുമാണ്. ഇതിന്റെ ഭാഗമായി നിശ്ചിത തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന ടേം വ്യവസ്ഥ കൊണ്ടുവരണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. പുതിയ മുഖങ്ങളെയും യുവാക്കളെയും രംഗത്തിറക്കിയാൽ മാത്രമേ ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ കഴിയൂവെന്ന് പാർട്ടി വിശ്വസിക്കുന്നുമുണ്ട്. ജയസാധ്യതയ്ക്കായിരിക്കണം മുഖ്യ പരിഗണനയെങ്കിലും യുവാക്കൾക്കും വനിതകൾക്കും അർഹമായ പരിഗണന നൽകണമെന്ന വികാരം യോഗത്തിൽ അലയടിച്ചു. വനിതാ സ്ഥാനാർത്ഥികളെ കൂടുതൽ മണ്ഡലങ്ങളിൽ പരീക്ഷിക്കുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് നേതൃത്വം കരുതുന്നുമുണ്ട്. തിരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായി ചില സീറ്റുകൾ കോൺഗ്രസുമായി വെച്ചുമാറുന്ന കാര്യവും ലീഗ് ആലോചിക്കുന്നുണ്ട്. തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങുന്ന മണ്ഡലങ്ങളെ സംബന്ധിച്ചാണ് ഈ ചർച്ച. ഉദാഹരണത്തിന് തിരുവമ്പാടി മണ്ഡലം കോൺഗ്രസിന് നൽകിക്കൊണ്ട് പകരം കൂടുതൽ വിജയസാധ്യതയുള്ള മറ്റൊരു സീറ്റ് ലീഗ് ആവശ്യപ്പെട്ടേക്കാം. എന്നാൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം UDF ഉഭയകക്ഷി ചർച്ചകളിൽ മാത്രമേ ഉണ്ടാകൂ. അതേസമയം തൃശൂർ ജില്ലയിലെ നിർണായക മണ്ഡലമായ ഗുരുവായൂരിനെ ചൊല്ലി മുന്നണിയിൽ നേരിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. K മുരളീധരനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് സുരക്ഷിത മണ്ഡലമായി കാണുന്നത് ഗുരുവായൂരാണ്. എന്നാൽ തങ്ങളുടെ സിറ്റിംഗ് സീറ്റായ ഗുരുവായൂർ ഒരു കാരണവശാലും വിട്ടു നൽകില്ലെന്ന കർക്കശ നിലപാടിലാണ് മുസ്ലിം ലീഗ്. അവസാന നിമിഷം രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയേക്കാമെങ്കിലും നിലവിൽ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ലീഗ് ആവർത്തിക്കുന്നുണ്ട്. സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ താഴെത്തട്ടിൽ പാർട്ടിയെ സജ്ജമാക്കാനുള്ള നടപടികൾ ലീഗ് ആരംഭിച്ചു കഴിഞ്ഞു. വോട്ടർ പട്ടികയിൽ നിന്നും ബോധപൂർവം പേരുകൾ ഒഴിവാക്കപ്പെടുന്നുവെന്ന പരാതി ലീഗ് ഗൗരവമായി കാണുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ ഈ മാസം 10-ന് സംസ്ഥാനത്തെ എല്ലാ ബൂത്തുകളിലും പാർട്ടി പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തും. അർഹരായ വോട്ടർമാർ പട്ടികയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. SIR പോലുള്ള സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കാനും പാർട്ടിയെ ജനങ്ങളിലേക്ക് അടുപ്പിക്കാനും നേതൃയോഗം തീരുമാനിച്ചു. സർക്കാരിന്റെ വീഴ്ചകൾ ജനമധ്യത്തിൽ തുറന്നു കാട്ടുക വഴി ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാനാണ് ലീഗ് പദ്ധതിയിടുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കേവലം ഭരണമാറ്റത്തിനുള്ള പോരാട്ടം മാത്രമല്ല, മറിച്ച് മുന്നണിക്കുള്ളിലും കേരള രാഷ്ട്രീയത്തിലും തങ്ങളുടെ അനിഷേധ്യമായ സ്ഥാനം ഉറപ്പിക്കാനുള്ള അവസരം കൂടിയാണ്. കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നത് ഒരു തർക്ക വിഷയമാക്കാതെ ചിരിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്ന രീതിയാണ് ലീഗ് പിന്തുടരുന്നത്. കോൺഗ്രസ് നേതൃത്വം ലീഗിന്റെ ഈ അവകാശവാദങ്ങളെ എങ്ങനെ നേരിടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ UDF രാഷ്ട്രീയം. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ അണിനിരത്തിയും യുവാക്കൾക്കും വനിതകൾക്കും ഇടം നൽകിയും താഴെത്തട്ടിൽ ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെച്ചും ഭരണം തിരിച്ചുപിടിക്കാനുള്ള ലീഗിന്റെ ഈ നീക്കം എതിരാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാകും.